ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു അന്നമ്മാസ് ഡ്രീം വേൾഡ്. അപ്പോൾ ഇന്ന് എന്നത്തേനെക്കാട്ടിലും വ്യത്യാസമാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ എന്തെങ്കിലും ഇവിടെ വെച്ച് ചപ്പാത്തി വരുത്തുന്നത്? അപ്പോൾ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മൾ റേഷനൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഗോതമ്പ് മാവ് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ചപ്പാത്തി ഉണ്ടാക്കാമെന്ന്. അപ്പം വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചു കേട്ടോ. വെള്ളം ആദ്യമേ അങ്ങ് തിളപ്പിച്ച് വെച്ചു. പിന്നെ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ചപ്പാത്തിയും മുട്ടക്കറി കേട്ടോ. അപ്പോൾ ഉള്ളിക്കറി ഇന്നലെ വെച്ചതിരിപ്പുണ്ട്. അപ്പോൾ മുട്ടയും കൂടെ പുഴുങ്ങി ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കല്ലേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വായിക്കാനും അറിയാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കുന്ന തിരക്കിലാട്ടോ. അപ്പോൾ ചപ്പാത്തി പിന്നെ ഉച്ചയ്ക്കലത്തേന് ചോറും മീൻകറിയാണ്. പച്ചക്കറി ഒന്നും ഇരിപ്പില്ല. അപ്പോൾ അതുകൊണ്ട് മീൻകറി മാത്രമേ ഉള്ളൂ. നീലൂട്ടന് പിന്നെ ഇപ്പം മീൻ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഇപ്പം നല്ല മീനൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നീലൂട്ടന് ഇഷ്ടമായതുകൊണ്ടും കൂടിയാട്ടോ നമ്മൾ മീൻ വാങ്ങിക്കുന്നത്. അവനിപ്പോൾ മീൻ ഭയങ്കര ഇഷ്ടമാണ്. മീൻ നേരത്തെ അവൻ കഴിക്കാറില്ലായിരുന്നു, ഇപ്പോൾ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ അവന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ മീൻ വാങ്ങിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കുള്ള മുട്ട ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കും കേട്ടോ. ഇതെനിക്കാണ് ആദ്യം എടുത്തത്, നീലൂട്ടന്, രണ്ടാമത് ചേട്ടായിക്ക് എടുത്തു, പിന്നെ എനിക്കിതായി എടുത്തു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് മീൻ കറിയും ചോറുമാണെന്ന്. അപ്പോൾ ചൂര മീനാണ് കേട്ടോ. ചൂര വെട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വൃത്തിയാക്കാൻ ഇത്തിരി സമയം എടുക്കും. ഈ കത്രിക ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത്. നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയാം. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് ഈ കത്രിക. നമ്മൾ റേഷൻ വാങ്ങിച്ച കാര്യം പറഞ്ഞല്ലോ. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ ആദ്യമായിട്ട് റേഷൻ വാങ്ങിക്കുന്നത് വീഡിയോ എടുക്കണമെന്നൊക്കെ. പക്ഷേ എന്തോ ചെയ്യാനാ, എൻ്റെ ഫോണ് കംപ്ലൈൻ്റ് ആയിപ്പോയി. ആ ദിവസം തന്നെ എൻ്റെ ഫോണ് കംപ്ലൈൻ്റ് ആയി. അതുകൊണ്ട് അന്നത്തെ ദിവസത്തെ വീഡിയോകളൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. പിന്നെ ഇപ്പം അടുത്ത മാസം റേഷൻ വാങ്ങിക്കുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ മീനൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി മീൻ വെട്ടിക്കഴിഞ്ഞിട്ട് വേണം. ഞാൻ ആദ്യം വിചാരിച്ചത് തേങ്ങ വറുത്തരച്ച് മീൻ കറി വയ്ക്കാമെന്ന്. പക്ഷേ സമയമില്ലായിരുന്നു, നമുക്ക് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മുളക് കറി വെച്ചു. മുളക് കറിയും കൊള്ളായിരുന്നല്ലോ. ചൂര മീൻ കറി വയ്ക്കുന്നത് മുളക് കറി വയ്ക്കും. ഒന്നി മുളക് കറി വയ്ക്കണം, ഇല്ലെങ്കിൽ തേങ്ങ വറുത്തരച്ച് കറി വയ്ക്കണം. അപ്പം ഞാൻ എന്താണ് ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കും കേട്ടോ കാര്യമായിട്ട്. എന്താണെന്നറിയത്തില്ല. എന്തോ ജോലി ചെയ്യുമ്പോഴും ഇങ്ങനെ പല കാര്യങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കും കേട്ടോ. എന്തൊക്കെയോ ഇങ്ങനെ മനസ്സിൽ കൂടെ ഓടും, ചിന്തിച്ച്. ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് പിച്ചാത്തിയുടെ മൂർച്ച കൂട്ടുക കേട്ടോ. മൂർച്ച കുറഞ്ഞു വരുന്നത്. അപ്പം ഞാൻ ഈ ടൈൽസിൻ്റെ സൈഡിലിട്ട് വരയ്ക്കും. ഉരയ്ക്കുമ്പോൾ ഇത്തിരി മൂർച്ചയൊക്കെ കിട്ടും. പിന്നെ ഫ്രൈ ചെയ്യാനുള്ളതും ഫ്രൈ ചെയ്യാനുള്ളത് ഇങ്ങനെ വരഞ്ഞിടും. കറി വയ്ക്കാനുള്ളത് പീസാക്കി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കും. അപ്പോൾ അങ്ങനെ. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്കെല്ലാം വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എനിക്ക് ഒരുപാട് താങ്ക്സ് കേട്ടോ. നിങ്ങൾ എന്താ പറയുക, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതിലൂടെ മാത്രമാണ് എനിക്ക് വ്യൂസ് കിട്ടുന്നതും എൻ്റെ വാച്ച് അവർ കൂടുന്നതും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും വലിയ എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് കേട്ടോ എൻ്റെ ചാനലൊന്ന് എന്താ പറയുക മോണിറ്റൈസ് ആക്കിയെടുക്കാൻ എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ. ഇതുവരെയും സപ്പോർട്ട് ചെയ്തവർക്കും ഇനിയും സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ ഈ സപ്പോർട്ട് എനിക്ക് മുന്നോട്ടുള്ള ഈ യൂട്യൂബ് ലൈഫിൽ എനിക്ക് വേണം എന്ന ആഗ്രഹമുണ്ട്. അത് എൻ്റെ കൂടെ കാണും എന്നും എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ എല്ലാവരും എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. മാറ്റങ്ങളോ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിലോ ഒക്കെ പറയാം. ഞാനത് തിരുത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും.
എൻ്റെ അമ്മ വീഡിയോ കാണാറുണ്ട് കേട്ടോ, എല്ലാ വീഡിയോയും കാണാറുണ്ട്. ചിലപ്പോൾ അമ്മയ്ക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാറില്ല എന്ന് പറയും. അപ്പം ഞാൻ വാട്സപ്പ് വഴി വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ അമ്മ കണ്ടിട്ട് അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ ഇങ്ങനെ അമ്മയ്ക്ക് കമൻറ്റ് ഇടാനൊന്നും അറിയത്തില്ല കേട്ടോ, കമൻറ്റ്സ് ടൈപ്പ് ചെയ്ത് ഇടാനൊന്നും അറിയത്തില്ല. അപ്പോൾ അമ്മ എന്തോ ചെയ്യും, വിളിക്കുമ്പം രാവിലെയും വൈകിട്ടും വിളിക്കുമ്പം ആ വീഡിയോ കണ്ടതിൽ വെച്ചിട്ട് എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ, കൂടുതലും പാചകമൊക്കെ ആയിരിക്കുമല്ലോ ഞാൻ വീഡിയോ ചെയ്യാറ്, അപ്പം അതിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിലോ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചെയ്ത കാര്യം എന്തെങ്കിലും തെറ്റാണെങ്കിലോ ഒക്കെ അമ്മ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളും എനിക്ക് കമൻ്റായിട്ട് അറിയിക്കണമെന്ന് എനിക്ക് വലിയൊരാഗ്രഹമുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ആണ് മുന്നോട്ട് പോകുന്നത്. എന്നെങ്കിലും ഒരിക്കൽ നമ്മൾ എന്താ പറയുക, എന്തെങ്കിലും ഒരിക്കൽ സക്സസ് ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത്. ഒരുപാട് പേരുണ്ട് എന്നെപ്പോലെ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഇത്രയും കാര്യങ്ങളൊന്ന് പറയണമെന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇപ്പോൾ വീഡിയോ എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മളെ ലൈഫിൽ ഉള്ള സന്തോഷമുള്ള കാര്യങ്ങൾ, സങ്കടമുള്ളതൊന്നും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ലാന്ന് തോന്നുന്നു. നമ്മുടെ ലൈഫിൽ സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂന്ന് തോന്നുന്നു. അപ്പോൾ ഉച്ചയ്ക്കലത്തെ പാചകമൊക്കെ കഴിഞ്ഞു. നേരെ വൈകിട്ട് കുളിയൊക്കെ കഴിഞ്ഞു. കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ട് വന്ന് നമ്മളെ ഇപ്പോൾ സ്ഥിരമായിട്ടും ചില ദിവസം മാവുള്ളത് കൊണ്ട് കേട്ടോ, അരച്ച് വെച്ചതുണ്ടെങ്കിൽ എടുക്കും. അപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കാൻ പോവാം കേട്ടോ. ഇന്നലെ അരച്ച മാവിരിപ്പുണ്ട്. അപ്പോൾ ഉഴുന്നുവട അത്ര എക്സ്പേർട്ടൊന്നും അല്ലെങ്കിലും, ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന കാര്യം പറയും പോലെ അത്ര എക്സ്പേർട്ട് അല്ലെങ്കിലും എനിക്കിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഉഴുന്നുവട, പരിപ്പ് വട, നമ്മുടെ പിന്നെ ഏത്തയ്ക്കാപ്പം, ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പ്രത്യേകിച്ച് ഇപ്പോൾ നീലൂട്ടന് ഈ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പരിപ്പുവടയും ഉഴുന്നുവടയും, കൂടുതലും ഉഴുന്നുവടയും ഏത്തയ്ക്കാപ്പവും അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടും കൂടി എനിക്ക് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഉത്സാഹമോ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചേട്ടാ ഇപ്പോൾ അധികം ഇങ്ങനെ എണ്ണയുള്ള പലഹാരങ്ങളൊന്നും അങ്ങനെ അധികം കഴിക്കുന്നില്ല കേട്ടോ. കൂടിപ്പോയാൽ ഒരെണ്ണം അങ്ങനെ കഴിക്കും. ഇന്നലെ ഉണ്ടാക്കിയതിൽ ഒന്നും കഴിച്ചില്ല കേട്ടോ. വേണ്ട, എണ്ണയല്ലേ, വേണ്ടാന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ചായ ഇട്ട് ഉഴുന്നുവട നമ്മൾ കഴിച്ചു. നീലൂട്ടൻ നന്നായിട്ട് കഴിച്ചു കേട്ടോ. നീലൂട്ടൻ കഴിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് കഴിക്കുമെന്നുണ്ടെങ്കിൽ എനിക്ക് അവന് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഉത്സാഹമാണ്, ഭയങ്കര സന്തോഷമാണ് എനിക്ക്. അതിപ്പോൾ എല്ലാ അമ്മമാരും അങ്ങനെ ആയിരിക്കുമല്ലേ. മക്കൾ കഴിക്കുന്ന സാധനങ്ങൾ, മക്കൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അവർക്ക് ഭയങ്കര ഉത്സാഹവും ഭയങ്കര ഇതുമായിരിക്കും കേട്ടോ. പക്ഷേ എന്താ പറയുക, ചിലരുണ്ട് എല്ലാ മക്കളെയും സ്വന്തം മക്കളായിട്ട് അവരെ കണ്ട് മുന്നോട്ട് പോകുന്നവരുണ്ട്. പക്ഷെ ചിലർ ഞാൻ പ്രസവിച്ച മക്കൾ മാത്രമാണ് എൻ്റെ മക്കൾ, അവരെ കാര്യങ്ങൾ മാത്രമേ ഞാൻ നോക്കൂ, അങ്ങനെയുള്ളവരും ഉണ്ട്. ഈ സൊസൈറ്റിയിലുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, നമുക്ക് ഉറപ്പായിട്ടും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് അങ്ങനെയല്ല കേട്ടോ. എനിക്ക് എല്ലാ മക്കളും എനിക്ക് ഒരുപോലെ ഉള്ളൂ. എൻ്റെ അമ്മ പണ്ട് പറയുമായിരുന്നു, എന്താ പറയുക, എല്ലാ മക്കളും എൻ്റെ മക്കൾ, ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞ് എന്നല്ല എനിക്ക് എല്ലാ മക്കളും. അപ്പോൾ അതിപ്പോൾ ആര് പ്രസവിച്ചതാണെങ്കിലും അവരെല്ലാവരും എൻ്റെ മോനെ പോലെ അല്ലെങ്കിൽ എൻ്റെ മോളെ പോലെ, അവരെല്ലാവരും ഒരുപോലെ ഉള്ളൂ എന്ന് പറയുമായിരുന്നു. അന്ന് എനിക്ക് അതിൻ്റെ വലിയ വാല്യൂ കാര്യങ്ങളും ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊരമ്മയായപ്പോഴാണ് എനിക്കത് മനസ്സിലായി വരുന്നത്. ഞാനും ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇതാട്ടോ, എനിക്കിപ്പോൾ അത് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ മോൻ അല്ലെങ്കിൽ നീലൂട്ടൻ അല്ലെങ്കിൽ വേറൊരാളിൻ്റെ മോന്, അങ്ങനെ എനിക്കൊരു വേർതിരിവായിട്ട് കാണാനേ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് എല്ലാവരും എൻ്റെ നീലൂട്ടനെ പോലെ തന്നെ കാണാനും അതാണ് ഏറ്റവും ഭയങ്കര ഇഷ്ടം. അപ്പോൾ എന്താണ്,
രാത്രി ഇതാ നീലൂട്ടൻ പാത്രമൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കും കേട്ടോ. പാപ്പം കഴിക്കാനായിട്ട് രാത്രിയിൽ ഗോതമ്പ് ദോശയും മീൻകറിയായിരുന്നു കേട്ടോ. അപ്പോൾ ദോശ കഴിക്കാനായിട്ട് പാത്രമൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുക. ഞാൻ ദോശ ചുട്ടുകൊണ്ടിരുന്നപ്പോഴേ അവൻ വന്ന് പറഞ്ഞു, അമ്മ പാത്രം താന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ പാത്രമൊക്കെ എടുത്ത് കൊടുത്തപ്പോൾ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം നീലൂട്ടനും ചേട്ടായിക്കും ദോശയും എനിക്ക് ചോറ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ചോറിൻ്റെ ആളാണ്. അപ്പോൾ എനിക്ക് ഇത്തിരി ചോറ് കഴിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അതാ ചേട്ടായിക്കൊരു പൊരിച്ച മീനും എടുത്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.